ഹലോ, ഇന്ന് ഞാനുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തനിച്ചേ ഉള്ളൂ. എനിക്ക് മറ്റേ ചുമയും പനിയും എല്ലാം ആയതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോയില്ല. എന്നല്ല, വീട്ടിൽ അവർ വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം തന്നെ ഇരുന്ന് അങ്ങോട്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഇരുന്ന് വെറുതെ ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ ചായയുടെ സമയമാണ്, അപ്പോൾ നമുക്ക് നല്ലൊരു ചായ ഇട്ട് അങ്ങോട്ട് കുടിക്കാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചായയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. തന്നെ ഇരുന്ന് കുടിക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് കുടിക്കാം. അപ്പോൾ നമുക്കിവിടെ ഉപ്പുമാവ് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാട്ടോ. ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, രാവിലെ ഉച്ചയ്ക്ക്. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടി കുറച്ച് പഴമൊക്കെ കൂട്ടി കഴിച്ച് ആ ചായയാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചായയൊക്കെ കൂട്ടി കഴിക്കാം. വന്നു കഴിഞ്ഞപ്പം 2 പാത്രം കഴുകാൻ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാനത് കഴുകി വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ ടൈം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുറച്ച് സമയം സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം കഴുകി മാറ്റി വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ, കഴുകി വെക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഫേവറേറ്റ് ചായ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചായ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ട് കൂടുതലും എങ്ങനെയാണ് ചെയ്യാറ്, മസാല ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നത്. എനിക്ക് ചായ ഇങ്ങനെ പല രീതിയിൽ എപ്പോഴും ഞാൻ ചായ കുടിക്കത്തില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ എല്ലാ ചായ ഉണ്ടാക്കുമ്പോൾ കുറേ ടൈപ്പ് ചായ ഞാൻ ഉണ്ടാക്കി കുടിക്കും. പക്ഷെ എല്ലാ ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് കുറേ പാലും കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഫേവറേറ്റ് ചായകളിൽ ഒരു ചായയാണ് ഇത് കേട്ടോ. ചായ പാല് ഞാനവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും നെസ്കഫേയുടെ കോഫി ആക്കി കുടിക്കാന്ന് വെച്ചാട്ടോ ഞാൻ. പക്ഷെ എനിക്ക് ചൂടൊക്കെ ആയതുകൊണ്ട് നെസ്കഫേ കഴിക്കാനായിട്ട് തോന്നുന്നില്ല. അപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചായ ഇങ്ങനെ ആറ്റുന്ന സമയത്ത് നെസ്കഫേയുടെ ഒരു ചെറിയ ഇങ്ങനെ അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നാറുണ്ട്. ശരിക്കും ഫുള്ള് നെസ്കഫേയുടെ ഒരു ടേസ്റ്റും അല്ല, ഒരു നല്ലൊരു ഫ്ലേവറായിട്ട് തോന്നാറുണ്ട്. ഞാനിവിടെ ഏട്ടനൊക്കെ ഒരു തവണ ഇട്ടുകൊടുത്തപ്പോൾ നല്ല ചായയാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ചുമ്മാ ചെയ്ത് നോക്കണം, നല്ല രസമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ കേട്ടോ. കുറച്ച് ചായപ്പൊടി ഇട്ടു, എന്നിട്ട് നെസ്കഫേയുടെ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കും കേട്ടോ. നെസ്കഫേ ഞാൻ അതിന് വേണ്ടി ഞാൻ ചെറിയ ഇതിലാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആറ്റി എടുക്കൂലേ, ആ സമയത്തോട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷുഗറിനോട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എടുക്കാം. ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിട്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ വെയ്യോർത്തിങ്ങനെ ഒഴുകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചായ ഇട്ടിട്ട് ഒന്ന് കടന്നു കളയാം. എനിക്ക് ശരിക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല, കഴിച്ചു വരുന്നില്ല. ഞാൻ ശരിക്കും വീഡിയോ എടുത്തിട്ട് എൻ്റെ ആവശ്യത്തിൽ പൊടി ആകാൻ വേണ്ടി ചൂടായപ്പോൾ തന്നെ പൊടി ഇട്ട് വെച്ചു. നോർമൽ വരുന്നത് ഇട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട്. ഇത് തന്നെ ആക്കിയിട്ട് പോയിരുന്ന് കഴിച്ചിട്ട് പരിപാടി തീർന്നു. നമ്മുടെ ചായ വെച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ടേസ്റ്റ്. ആരും ഈ കാണിക്കുന്ന പരിപാടികളൊന്നും എനിക്ക് അറിയുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഞാൻ പപ്പട വിരോധി ആയതുകൊണ്ട് കുറച്ച് പപ്പടം എടുത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.